അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബാക്രമണം, അത് ന്യൂക്ലിയർ നിലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭ കടുത്ത വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവരുടെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ? ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അമേരിക്ക ചെയ്തത് ശരിയല്ല എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ നിലപാട്. സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് UN അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. ഏത് രാജ്യത്താണെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതാണെങ്കിലും സംഘർഷങ്ങൾ എപ്പോഴും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നൊരു നിലപാടുള്ളതാണ് UN. ഇവിടെയും അതുതന്നെയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് അമേരിക്ക പോയി ഇറാനെ നശിപ്പിച്ചതുകൊണ്ട് അത് അവസാനിക്കില്ല എന്ന ഒരു നിലപാടാണ് UN ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ ഈ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഇറാനിൽ മാത്രമല്ല, അത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ തന്നെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ട് വേറൊരു രാജ്യത്തെ ആക്രമിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം. അത്തരത്തിലുള്ള ഒരു നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകരുത്. പകരം ഇത് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിച്ച് പ്രശ്നം തീർക്കാനുള്ള മുൻകൈ എടുക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും നാളായിട്ടും UN ഭാഗത്തു നിന്ന് ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളോ ചർച്ചകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അതായത് UN-നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ഈ വൻശക്തി രാജ്യങ്ങളുടെ താല്പര്യത്തിനപ്പുറം നിൽക്കുക എന്നതിനപ്പുറം UN ഇപ്പോൾ പഴയ പോലെ അത്ര ശക്തമായ ഒരു സംവിധാനമൊന്നുമല്ല UN എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വൻശക്തി രാജ്യങ്ങളുടെ ഔദാര്യത്തിൽ കെടുതികൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ചില പ്രവർത്തനങ്ങൾ നടത്തുക, ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പേരിന് ഒരു പ്രസ്താവന നടത്തുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ശക്തമായ നടപടി ഇത്തരം രാജ്യങ്ങൾക്കെതിരെ എടുത്ത ഒരു പാരമ്പര്യമോ ചരിത്രമോ UN-ന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം ഒരു സംഗതി ഉണ്ടാകുമ്പോൾ UN രൂപീകരിച്ചിരിക്കുന്ന തന്നെ ലോക സമാധാനം ലക്ഷ്യമിട്ടൊക്കെ വെറുതെ ആ ഒരു പാട്ട് അവർ പാടുന്നു. അതിനപ്പുറം അമേരിക്കയെയോ റഷ്യയെയോ ഇസ്രായേലിനെയോ അതേപോലെ വൻ സൈനിക ശക്തികളായിട്ടുള്ള മറ്റേത് രാജ്യത്തെയോ കൃത്യമായി ചൊൽപ്പടിക്ക് നിർത്താനായിട്ടുള്ള ശക്തമായൊരു സംവിധാനമല്ല UN. കാര്യം ഇവരെ ഇത്രയും വൻശക്തി രാജ്യങ്ങളുടെ സംഭാവനകൾ ഏറ്റുവാങ്ങി അവരുടെ ഔദാര്യത്തിൽ സത്യത്തിൽ കഴിയുന്ന ഒരു സംഘടനയാണ് UN എന്ന് പറയുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ UN ഒരുപാട് ഈ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ, കുറേ ഭക്ഷണ വിതരണവും മരുന്ന് വിതരണം അതേപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതിനുള്ള ഫണ്ട് എവിടുന്നാണ് കിട്ടുന്നത്? ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പേരിന് ഇങ്ങനെ ഒരു സംഘടന ഉള്ളത് കൊണ്ട് പേരിന് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് കരുതി മാത്രം പറയുന്നത്, അതിനപ്പുറം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രസക്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ UN ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ ഒരു പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടതാണെന്ന്. ചർച്ചകൾക്കാണല്ലോ ആദ്യം ശ്രമിച്ചത്, അതിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ടാണല്ലോ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വന്നത്. ഇപ്പോൾ ഈ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളോട് ആർക്കും യോജിപ്പില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. കാരണം ആണവായുധം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് അസ്ഥിരമായ ഒരു ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്ത്, അവിടെ ഈ മതമൗലികവാദികളുടെ കൃത്യമായ സ്വാധീനമുള്ള കൃത്യമായ ഒരു ഭരണക്രമം ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ ഈ ആണവായുധം വികസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും. കാര്യം ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണെങ്കിൽ അവർ ആണവായുധങ്ങൾ പോലെയുള്ളവ വളരെ ഉത്തരവാദിത്വത്തോട് മാത്രമേ നിർവഹിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഈ ഉത്തര കൊറിയ കിം ജോങ് ഉന്നിൻ്റെ കയ്യിൽ പോലും ആണവായുധമുണ്ട്. അത് എത്രമാത്രം ഭീഷണി ഉണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം അതൊരു ഏകാധിപതിയാണ്. അയാൾക്ക് എന്തും സ്വന്തമായി തീരുമാനിക്കാം, അയാളെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇറാൻ്റെ കയ്യിലും ഈ ആണവായുധങ്ങൾ എത്തിയാലുള്ള അവസ്ഥ. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് ചർച്ചകൾ നടന്നിരുന്നു. 4 ചർച്ചകൾ നടന്നിരുന്നു. അതിലെല്ലാം ഈ ഇറാൻ കടുംപിടുത്തം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ പരിശോധനകൾക്ക് വിലക്കുന്ന ഒരു സമീപനം ഇറാൻ എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇനി ചർച്ചകൾ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഒരു സംഘർഷത്തിലേക്ക് പോയത്. നമ്മൾ കരുതിയിരുന്നത് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തും എന്നുള്ളതാണ്. കാര്യം ഈ ആണവ ബോംബുകൾ നിർവീര്യമാക്കുക, നശിപ്പിച്ച് കളയുക, അതിൻ്റെ ഉൽപ്പാദനശാലകൾ, അതിൻ്റെ റിയാക്ടറുകൾ സൂക്ഷിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അമേരിക്ക അവിടെ ആക്രമണം നടത്തുമെന്നായിരുന്നു വന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇസ്രായേൽ
കയറി ആക്രമിച്ചത്. അപ്പോൾ അമേരിക്ക നിലപാട് പറഞ്ഞ് ഞങ്ങൾ ഇതിൽ പങ്കാളിയല്ല, ഇസ്രായേൽ സ്വന്തം നിലയിൽ ആക്രമിച്ചതാണ് എന്നുള്ളത്. പക്ഷേ ഇസ്രായേലിൻ്റെ അജണ്ട അവിടെ വേറെ ആയിരുന്നു. ഗസയിൽ ഇസ്രായേലിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ അവിടെ ഗസയിലുള്ള ഹമാസിന് സകല പിന്തുണയും ആയുധവും നൽകുന്ന ഇറാനാണ്. അതുകൊണ്ട് ഇറാനെ നിശബ്ദമാക്കിയാലേ ഗസയിൽ ഇസ്രായേലിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുള്ളൂ. ആ ഒരു താല്പര്യം മുൻനിർത്തിയാണ് ഇസ്രായേൽ അവിടെ ആക്രമിച്ചത്. അതുകൂടാതെ ഈ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകുമ്പോൾ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ഇറാൻ സ്വന്തം നിലയിൽ ആണവ ബോംബുകൾ അല്ലെങ്കിൽ ആ പദ്ധതികൾക്കുമായിട്ട് മുന്നോട്ട് പോകാൻ ഇറാന് ഏതെങ്കിലും തരത്തിലൊരു അനുമതി കിട്ടുകയും ചെയ്താൽ ഇസ്രായേലിന് അത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. കാര്യം ഇവർ തമ്മിൽ ബദ്ധശത്രുക്കളാണ്. കാര്യം ഈ ഹമാസും ഗസയും ഉള്ള വിഷയങ്ങളുടെ പേരിൽ ഇറാനുമായിട്ട് നല്ല ശത്രുതയിലുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ. എന്നാൽ അതിർത്തി രാഷ്ട്രങ്ങളുമല്ല. അതിർത്തിയിലുള്ളവർ തമ്മിൽ അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ അതിർത്തി രാഷ്ട്രങ്ങളല്ലാതിരുന്നിട്ട് പോലും രണ്ട് രാജ്യങ്ങൾ തമ്മിലും വലിയൊരു സംഘർഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അന്തരീക്ഷം വന്നപ്പോൾ കിട്ടിയ അവസരം മുതലാക്കി ഇസ്രായേൽ ഇറാനിൽ കയറി ആക്രമണം നടത്തിയത്. എന്നിരുന്നാലും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് പേരിന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ആ നിലപാടിന് നമ്മൾ സ്വാഗതം ചെയ്യുക തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു കൈവിട്ട കളിയാണിപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഈ ആണവ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ അപകട സാധ്യതയും കൂടുതലാണ്. അത് നശിപ്പിക്കപ്പെട്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഏറ്റവും വലിയ പ്രശ്നം ആ ആണവ റിയാക്ടറുകൾ ഇപ്പോഴും സുരക്ഷിതമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. നേരത്തെ അവർ നതാൻസിൽ ആക്രമണം നടത്തിയപ്പോൾ ചെറിയ രീതിയിൽ ആണവ വികിരണം ഉണ്ടായതായിട്ട് വാർത്തകൾ വന്നിരുന്നു. ഈ ഫോർദോയിലെ നിലവിലെ സാഹചര്യം ഇറാൻ അധികൃതർ നിഷേധിക്കുന്നുണ്ട്. അവർ പറയുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ് അമേരിക്ക നടത്തിയത്. എന്നിരുന്നാലും അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അമേരിക്ക ചെയ്തത് ഇപ്പോൾ UN വാക്ക് തന്നെ കടമെടുത്താൽ അത് ചെയ്തത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. കാര്യം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ UN ഇടപെട്ട് ഇതൊരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? നേരത്തെ തന്നെ ചർച്ചകൾ തുടങ്ങിയിരുന്നല്ലോ. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ മധ്യസ്ഥതയിൽ G7 രാജ്യം ആ ഉച്ചകോടിയിൽ വെച്ച് തന്നെ അവർ ഒരു ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് നീങ്ങണം. ഇറാൻ പോലും ചർച്ചകൾക്ക് സന്നദ്ധമായിട്ടുണ്ട്. കാര്യം അവർ പിന്നെ മധ്യസ്ഥരെ നിയോഗിച്ചിരുന്നു അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. കാര്യം അവർക്ക് നിക്കക്കള്ളിയില്ലാത്തൊരു സാഹചര്യമാണ്. ഇസ്രയേലും ഇറാനും സൈനികമായി രണ്ട് ശക്തികളാണ്. കാര്യം ഇസ്രയേലിൽ സൈനികർ കുറവാണ്, ഇറാനിൽ സൈനികർ കൂടുതലുണ്ട്. പക്ഷേ വ്യോമാക്രമണം നടത്തുന്നതിൽ ഇസ്രയേലാണ് മുൻപിൽ. ഇത് രണ്ടും അതിർത്തി രാജ്യങ്ങളല്ലാതുകൊണ്ട് സൈനികരുടെ എണ്ണത്തിൽ പ്രസക്തിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ ഇസ്രയേലിന് മുമ്പിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആകെ കൂടെ അവർക്ക് പറയാൻ പറ്റുന്നത് അവരുടെ കയ്യിലുള്ള മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ്. അവർക്ക് വ്യോമസേന ഇസ്രയേലിനെ അപേക്ഷിച്ച് ദുർബലം തന്നെയാണ്. അവർക്ക് ഇറാൻ്റെ വിമാനങ്ങൾ ഇസ്രയേലിൽ വന്ന് ബോംബിട്ട് പോവുക അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാര്യം അവർക്ക് രണ്ട് രാജ്യങ്ങളെ കടന്ന് ഇങ്ങോട്ട് വരണം. അത് തന്ത്രപരമായി ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമല്ല. അതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് വരിക അവർക്ക് അസാധ്യമാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക പ്രതിരോധ മാർഗം മിസൈലുകളാണ്. പക്ഷേ ആ മിസൈൽ സംവിധാനങ്ങളും വ്യാപകമായി തകർക്കപ്പെട്ടു എന്നുള്ളതാണ് വിവരം. ഏതാണ്ട് 450 മറ്റോ മിസൈലുകളെ ഇസ്രയേലിൽ വന്നിട്ടുള്ളൂ. അതിൽ ഏതാണ്ട് പകുതിയിലധികം തന്നെ അവരത് വെടിവെച്ചിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇറാനെ സംബന്ധിച്ച് ഇനി ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ചർച്ചയല്ലല്ലോ അമേരിക്കയുടെ ആവശ്യം. അമേരിക്കയുടെ ആവശ്യം ഈ ആണവ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്ന ആ സംഭരണശാലകൾ ഇല്ലാണ്ടാക്കണം, അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കണം. ഇതൊക്കെയാണ് അമേരിക്കയുടെ താല്പര്യം. അതുകൊണ്ട് അമേരിക്ക അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോയി. ഏതായാലും അമേരിക്ക അവരുടെ ലക്ഷ്യം ഏതാണ്ട് നേടിയ സ്ഥിതിക്ക് ഇപ്പോൾ ഖമനേയി ജീവനോടെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ചോദ്യമുള്ളൂ. അതെ, അയാൾ ഇനിയിപ്പോൾ അനുയായികളെയും പ്രഖ്യാപിച്ച് അവിടെ നാട് വിട്ട് കാണും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. ഏതായാലും അമേരിക്ക ആഗ്രഹിച്ച പോലെ അവിടെ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാതെ ഇനി ഒരു ചർച്ചയുടെ ഒരു ഫോർമൽ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത.